അസ്സാം വലൈക്കും വറഹമത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ വാല അമ്മാ ബഅദ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമ. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പ്രിയമുള്ള ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്ക് കൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മൾ സാധാരണഗതിയിൽ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നടത്തി വരാറുള്ള ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ തയ്യാറെടുപ്പിലേക്കാണ് ഇൻഷാ അള്ളാഹ് ഇന്നു മുതൽ തുടങ്ങുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ 30ാമത് ഖുർആൻ വിജ്ഞാന പരീക്ഷയാണ് ഇനി ഇൻഷാ അള്ളാഹ് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ, മാർച്ച് മാസത്തിൽ നമ്മൾ നടത്താനിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയായി ഖുർആൻ വിജ്ഞാന പരീക്ഷയെ വളരെ ഗൗരവത്തിൽ തന്നെ നോക്കിക്കണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ സമയം കണ്ട ആളുകളാണ് അധിക പേരും. അൽഹംദുലില്ലാഹ് അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. വിസ്ഡം സ്റ്റുഡൻസ് ഈ റമദാനിലും ഇൻഷാ അള്ളാഹ് ഖുർആൻ വിജ്ഞാന പരീക്ഷ സംഘടിപ്പിക്കാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ്. അതിനായി നിശ്ചയിച്ചിരിക്കുന്ന സിലബസ് സൂറത്തു സജദ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു സജദയും അതുപോലെ തന്നെ സൂറത്തുൽ അഹ്സാബ്, സൂറത്തു സബ, ഈ 3 അധ്യായങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഈ വർഷം നമ്മൾ നമ്മുടെ ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ സിലബസായി എടുത്തിരിക്കുന്നത്. ഇൻഷാ അള്ളാഹ് അതിൻ്റെ പഠന ക്ലാസ്സിൻ്റെ തുടക്കമാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും, അതൊരു റമദാനിൽ മാത്രമല്ല, എല്ലാ സമയത്തും നമുക്ക് അനിവാര്യമായ, നിർബന്ധമായ ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനെ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഖുർആനെ നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആൻ കേവലം വായനയ്ക്ക് വേണ്ടി ഇറക്കപ്പെട്ട ഒരു ഗ്രന്ഥമല്ല, മറിച്ച് അത് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ വേണ്ടി അള്ളാഹു ഇറക്കിയിട്ടുള്ള ഗ്രന്ഥമാണ്. ലിയദ്ദബ്ബറു ആയാത്തിഹി എന്നാണ് അള്ളാഹു ഖുർആനെ കുറിച്ച് പറഞ്ഞത്. ഖുർആനെ നിങ്ങൾക്ക് ഇറക്കിയിട്ടുള്ളത് എന്തിനാണ്? ലിയദ്ദബ്ബറു ആയാത്തിഹി, അതിൻ്റെ ആയത്തുകളെക്കുറിച്ച് തദബ്ബുറ് ചെയ്യാനാണ്. തദബ്ബുറ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളണം. ഒന്ന്, ആ ആയത്ത് നമ്മൾ നന്നായി പാരായണം ചെയ്യണം. രണ്ടാമത്തത്, ആയത്തിൻ്റെ അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തത്, ആയത്ത് നമ്മുടെ കർമ്മപദത്തിൽ കൊണ്ടുവരണം. യഥാർത്ഥത്തിൽ തദബ്ബുർ എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളും. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ കേവലം പാരായണം ചെയ്താൽ, വിശുദ്ധ ഖുർആൻ അതിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കൂലിയുണ്ട്, അതിനെ വായിച്ചാൽ കൂലിയുണ്ട്. അലിഫ് എന്ന അക്ഷരത്തിന് 10 ഇരട്ടി പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. അക്ഷരമറിയാതെ ഓതിയാലും അതിന് ആസ്വാദനമുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല, അതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷേ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് അതിൻ്റെ മാന, അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി അങ്ങനെ പഠിക്കാനാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരെക്കുറിച്ച് ഒരു വിവരണം തരുന്നുണ്ട്. അവർ അവരുടെ വേദഗ്രന്ഥത്തോട് സ്വീകരിച്ച 2 നിലപാടുകൾ. ഒന്നാമത്തെ ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ, അവരതിനെ പഠിച്ചില്ല എന്നുള്ളതാണ്. കുറേ എന്തൊക്കെയോ ധാരണകൾ അവർക്കുണ്ട്, അല്ലേ? അതല്ലാതെ പ്രത്യേകിച്ച് അതിൻ്റെ ആഴത്തിലുള്ള ഒരു പഠനമോ അതിനെ അർത്ഥമറിയാനോ ഒന്നും തന്നെ അവർ അതിന് മുതിർന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു വിഭാഗമാവട്ടെ, അവർ വേദഗ്രന്ഥത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിൻ്റെ തഹരീഫ് നടത്തി അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ജീവിച്ച ആളുകളാണ്. ജൂതന്മാരെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞാണ്. മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നുണ്ട്, മുസ്ലിം സമൂഹമേ, നമ്മൾ ഇങ്ങനെയാവരുത്. നമ്മൾ ഖുർആനിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അത് കേവലം അക്ഷരവായന മാത്രം നടത്തുന്ന ആളുകളായി നാം മാറരുത് എന്നാണ്. അക്ഷരവായന ഒരു മോശമാണ് എന്നല്ല ഈ പറയുന്നത്. അതിന് കൂലിയുണ്ട്, ഒരക്ഷരത്തിന് 10 പ്രതിഫലമുണ്ട്. പക്ഷേ നമ്മൾ അർത്ഥം പഠിക്കുന്നവരായി മാറണം. അതാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ തുടങ്ങുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ 3 സൂറത്തുകൾ നമ്മൾ ഈ ഒരു വർഷം, ഈ ഒരു റമദാനിൻ്റെ തൊട്ട് മുമ്പായിക്കൊണ്ട് ഇൻഷാ അള്ളാഹ് റമദാൻ മാസത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യും? 3 സൂറത്തുകൾ ഇങ്ങനെ ക്ലാസ്സായി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അറിവും ആഫിയത്തും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.
സൂചിപ്പിച്ചതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സജദയാണ് നമ്മൾ ആദ്യം ആരംഭിക്കുന്നത്. സൂറത്തു സജദ വിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായമാണ്. 30 ആയത്തുകളാണ് അതിലുള്ളത്. ഏതായാലും ആദ്യം നമുക്കൊന്ന് ആ സൂറത്തൊന്ന് പാരായണം ചെയ്യാം. അതിനുശേഷം ഇൻഷാ അള്ളാഹ് ആ സൂറത്തിലെ ആദ്യത്തെ 3 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അള്ളാഹ് നമ്മൾ എടുക്കുന്നത്. ആദ്യത്തെ 4 ആയത്തുകൾ ഇൻഷാ അള്ളാഹ്. അതിനുശേഷം ഇൻഷാ അള്ളാഹ് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കും. ഏതായാലും അതൊന്ന് നമുക്ക് പാരായണം ചെയ്യാം. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ കൈകളിൽ ഖുർആൻ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഇതൊരു ഖുർആൻ പഠന സദസ്സാണ്. ആ നിലക്ക് തന്നെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഗൗരവത്തിലെടുക്കണം എന്നുള്ളതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. അം യഖൂലൂന ഇഫ്തറാഹ് ബൽ ഹുവൽ ഹഖ്ഖു മിർ റബ്ബിക് لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. ഇൻഷാ അല്ലാഹ് ഇതിലെ ആദ്യത്തെ 3 ആയത്താണ് നമ്മൾ ഇന്ന് ആദ്യത്തെ ഒരു ക്ലാസ്സിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ പാരായണത്തിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ അതിൻ്റെ ഭാഗങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. നമ്മൾ ഇതിൻ്റെ ആശയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ആദ്യം, അല്ലേ? പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സജദ ഞാൻ സൂചിപ്പിച്ചു. 32-ാമത്തെ അധ്യായമാണ്. 30 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. മക്കയിൽ അവതരിച്ച ഒരു സൂറത്താണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, മക്കയിൽ അവതരിച്ച സൂറത്തിലധികവും തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ റിസാലത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പരലോകവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മക്കയിൽ അവതരിച്ച സൂറത്തുകളിൽ അധികവും നമുക്ക് വായിക്കാൻ കഴിയുക. അപ്പോൾ മക്കയിൽ അവതരിച്ച ഒരു സൂറത്താണ് ഇത്, സൂറത്തു സജദ. എന്നാൽ ചില ആളുകൾ, ചില പണ്ഡിതന്മാർ സൂറത്തു സജദയിലെ 3 ആയത്തുകൾ അത് മദീനയിൽ അവതരിച്ചതാണ് എന്ന അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇതിനെ പറയുന്നത് മക്കയിൽ അവതരിച്ച സൂറത്താണ്, മക്കിയായ സൂറത്താണെന്നാണ്. മക്കയിൽ അവതരിച്ച സൂറത്ത്, മദീനയിൽ അവതരിച്ച സൂറത്ത്, അല്ലേ? മക്കിയായ സൂറത്ത്, മദനിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അധികം ആളുകൾക്കും അറിയാം, എന്നാലും ഒന്ന് ഉണർച്ചയാണ്. ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലത്ത് അവതരിച്ച സൂറത്തുകൾക്കാണ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ എപ്പോഴാണോ ഉള്ളത്, മക്ക എന്ന സ്ഥലത്ത് അവതരിച്ച സൂറത്തുകൾക്കാണ് മക്കയിൽ അവതരിച്ച സൂറത്ത് എന്നും, മദീന എന്ന പ്രദേശത്ത് അവതരിച്ച സൂറത്തുകൾക്കാണ് മദനിയായ സൂറത്ത് എന്നും പറയുന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മക്കിയായ സൂറത്ത്, മദനിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഹിജ്റക്ക് മുമ്പുള്ള അധ്യായങ്ങൾക്കാണ് മക്കിയായ സൂറത്തുകൾ എന്ന് പറയാം. ഹിജ്റക്ക് ശേഷമുള്ള അധ്യായങ്ങൾക്ക് അതൊരു പക്ഷേ മക്കയിൽ വെച്ചായിരിക്കും അവതരിച്ചിട്ടുണ്ടാവുക, എങ്കിലും അതിന് മദനിയായ സൂറത്തുകൾ എന്നാണ് പറയാം. അപ്പം അത് മക്കയായ മദനിയായ സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതാണ്. സൂറത്തു സജദ അവതരിച്ചത് മക്കിയായ സൂറത്തുകളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി സൂറത്തു സജദയുടെ ശ്രേഷ്ഠത, അല്ലേ? നമുക്കറിയാം, ഒരു സൂറത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ ആയത്തുകൾ നമ്മൾ പഠിക്കണം, അത് എവിടെ ഇറങ്ങിയതാണ് എന്ന് നമ്മൾ പഠിക്കണം, അതോടൊപ്പം തന്നെ അത് എത്രാമത്തെ അധ്യായമാണ് എന്ന് നമ്മൾ പഠിക്കണം. ഇതൊക്കെ നമ്മൾ പഠിച്ചു, അല്ലേ? സൂറത്തു സജദ ഇപ്പോൾ 32-ാമത്തെ അധ്യായമാണ്. അതിൽ 30 ആയത്തുകളുണ്ട്. അതേപോലെ തന്നെ അത് മക്കയിൽ അവതരിച്ച മക്കിയായ സൂറത്താണ്. ഇനി ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠതയാണ് നമ്മൾ പഠിക്കുക. സൂറത്ത് സജദക്ക് 2 പേരുകളുണ്ട്. സൂറത്തു സജദ എന്നുണ്ട്, അതുപോലെ തന്നെ അലിഫ് ലാം മീം സജദ എന്നും
പറഞ്ഞിട്ടുണ്ട്. കാരണം സൂറത്തു സജദയല്ലാതെ വേറൊരു സൂറത്തിനും ഹാമീം സജദ അല്ലെ, സൂറത്തു ഫുസ്സിലത്ത് ഹാമീം സജദ അതിന് പേരുണ്ട്. അപ്പോൾ സൂറത്തു സജദ എന്നതിന് അലിഫ്ലാമീം സജദ എന്ന് പേര് പറയും. രണ്ടു പേരുകൾ, ഒന്ന് സജദ, മറ്റൊന്ന് അലിഫ്ലാമീം സജദ. ഇനി ഈ സൂറത്തിൻ്റെ പ്രത്യേകത എന്താ അല്ലെ? മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ സുപരിചിതമായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ചകളിൽ സുബ്ഹ് നിസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയിരുന്നത് സൂറത്തു സജദയും സൂറത്തുൽ ഇൻസാനുമാണ്. ഹൽ അത്താലൽ ഇൻസാനി ഈനും മിനദ്ദഹർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇൻസാനും അതേപോലെ തന്നെ നമ്മളിപ്പോൾ പഠിക്കുന്ന സൂറത്തു സജദയുമാണ് സുബഹിന് ഓതിയിരുന്നത് എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതതിൻ്റെ ഒരു ഫളലാണ്, ഒരു ശ്രേഷ്ഠതയാണ്. മറ്റൊന്ന്, സൂറത്തു സജദയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് ഇമാം തിർമിദിയുടെ ഒക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. ഇമാം അൽബാനി സ്വഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തു സജദയും സൂറത്തുൽ മുൽക്കും പാരായണം ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറത്തും അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിക്കുന്ന ഹാമീം അലിഫ്ലാമീം സജദ സൂറത്തും എന്ത് ചെയ്യാറുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറുണ്ട് എന്നതാണ്. അപ്പോൾ അതതിൻ്റെ ഒരു ശ്രേഷ്ഠതയാണ്. ഏതായാലും ഈ സൂറത്തു സജദയിൽ പ്രധാനമായും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവിനെ കുറിച്ച് തന്നെയാണ്. അള്ളാഹുവിൻ്റെ തൗഹീദ്, അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത്, അള്ളാഹുവിൻ്റെ കഴിവ്, അങ്ങനെ റഹ്മാനായ റബ്ബിൻ്റെ സിഫത്തുകളും വിശേഷണങ്ങളും അവൻ്റെ നാമങ്ങളും അവൻ്റെ കഴിവുകളും അതൊക്കെയാണ് സൂറത്തു സജദയിൽ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം. മറ്റൊരു ഭാഗം വിശുദ്ധ ഖുർആൻ അതെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്, എല്ലാ വിഷയങ്ങളും പ്രതിപാദിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഒരു മഹനീയമായ ഗ്രന്ഥമാണ്, അത്ഭുതകരമായ ഗ്രന്ഥമാണ്. ഇതെല്ലാം പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തു സജദ. പിന്നെയും വേറെയും കുറേ വിഷയങ്ങൾ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിലേക്ക് സുദീർഘമായി ഞാൻ കടക്കുന്നില്ല. ഏതാണ് സുഹൃത്തുക്കളെ, ഇതിലെ ആദ്യത്തെ ആയത്ത് നമ്മളിന്ന് വായിച്ചല്ലോ. ഇപ്പോൾ ആദ്യത്തെ ആയത്ത് ഏതാണ്? അലിഫ് ലാം മീം അല്ലേ? ആദ്യം നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഇസ്തിആദത്ത് ചെല്ലണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത് നമ്മൾ ഓതൽ വളരെ നിർബന്ധമായ അല്ലെ. ഫഇദാ ഖറഅതൽ ഖുർആന, നിങ്ങൾ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യണം? ഫസ്തഇദ് ബില്ലാഹി, അള്ളാഹുവിനോട് കാവൽ തേടണം. ആരിൽ നിന്ന്? പിശാചിൽ നിന്ന്. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മുടെ ഖുർആൻ പാരായണം ആരംഭിക്കാൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അല്ലേ? ലോകത്തെ എല്ലാ മനുഷ്യന്മാരും സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു അധർമ്മങ്ങളിൽ നിന്ന് നന്മകളിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? ഉമർ റളിയല്ലാഹു അൻഹു എത്ര ക്രൂരനായിരുന്നു അല്ലേ? എന്നാൽ ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എത്ര ഇസ്ലാമിനോട് ശത്രുത ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം നന്നായത് വിശുദ്ധ ഖുർആൻ കേട്ട്. അങ്ങനെയാണ് സ്വഹാബത്തൊക്കെ പരിവർത്തിപ്പിക്കപ്പെട്ടത് പരിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്തുകളിലൂടെയാണ്. അപ്പോൾ ഖുർആൻ പഠിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു തസ്കിയത്ത് ഉണ്ടാകും, നമുക്ക് വിശുദ്ധി ഉണ്ടാകും. യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം അല്ലെ, യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. ഖുർആനിൽ പറഞ്ഞല്ലോ, അവർക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾപ്പിച്ചു കൊടുത്ത് അവർക്ക് തസ്കിയത്ത് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ ഓതിയാൽ, ഖുർആൻ പഠിക്കുമ്പോൾ ഒരു തസ്കിയത്തും ഒരു ആത്മവിശുദ്ധിയും ഒക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് അതില്ലാതെയാക്കാൻ ആരിടപെടും? പിശാച് ശക്തമായി ഇടപെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പിശാചിൽ നിന്ന് കാവൽ ചോദിച്ചു വേണം നമ്മുടെ പഠനം, നമ്മുടെ പാരായണം ഒക്കെ ആരംഭിക്കാൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ പാരായണം ചെയ്തു. അതിനുശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലെ, എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലുന്നത് നല്ലതാണ്. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ സഹായവും ഇത് രണ്ടും ചോദിച്ചുകൊണ്ട്, അഥവാ ബറക്കത്തും ഇസ്തിയാനത്തും എന്നാണ് ബാഇൻ്റെ അർത്ഥം. ബിസ്മില്ല, ബറക്കത്തോടു കൂടി അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടി ഞാൻ ഈ കാര്യം ആരംഭിക്കുന്നു. അള്ളാഹ് ആരാണ്? പരമകാരുണികനാണ്, കരുണാവാരിധിയാണ്. അപ്പോൾ റഹ്മാനും റഹീമുമായ അള്ളാഹുവിനോട് സഹായം തേടി അവൻ്റെ അനുഗ്രഹം ആവശ്യപ്പെട്ട് ഞാനിതാ ഇത് ആരംഭിക്കുന്നു. എന്നിട്ട് ആദ്യം അലിഫ് ലാം മീം, അലിഫ് ലാം മീം എന്നാണ് അല്ലേ? നമുക്കൊക്കെ അറിയാവുന്ന വിശുദ്ധ ഖുർആനിൽ ധാരാളക്കണക്കിന് സൂറത്തിൽ അല്ലേ 28 അധ്യായങ്ങളുടെ തുടക്കത്തിൽ ഇങ്ങനെ അക്ഷരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ അക്ഷരങ്ങൾക്ക് പറയുന്ന പേര് ഹുറൂഫുൽ മുഖത്തഅ എന്നാണ്. കേവലാക്ഷരങ്ങൾ, കഷ്ണിച്ച അക്ഷരങ്ങൾ, മലയാളത്തിൽ കേവലാക്ഷരങ്ങൾ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഖുർആനിൽ ഒരക്ഷരമുണ്ട്. ഇപ്പം നൂൻ
ഒരക്ഷരമുണ്ട്, രണ്ടക്ഷരമുണ്ട് ഹാമീം, രണ്ടക്ഷരം. മൂന്നക്ഷരമുണ്ട് അലിഫ് ലാം മീം, അലിഫ് ലാം റ. നാലക്ഷരം നമുക്ക് കാണാൻ കഴിയും അല്ലേ, അലിഫ് ലാം മീം സ്വാദ്. അതേപോലെ തന്നെ അഞ്ചക്ഷരങ്ങൾ കാണാൻ കഴിയും, ഹാമീം ഐൻ സീൻ ഖാഫ്, കാഫ് ഹാ യാ ഐൻ സ്വാദ് അല്ലേ. അപ്പം ഇങ്ങനെ 1 മുതൽ 5 അക്ഷരങ്ങൾ വരെ, ചില ആളുകൾ 7 അക്ഷരങ്ങൾ വരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഹാമീം ഐൻ സീൻ ഖാഫിനെ ചിലരെന്ത് ചെയ്തിട്ടുണ്ട് 5 അക്ഷരം, അതുപോലെ തന്നെ 7 അക്ഷരങ്ങളൊക്കെ ആയിട്ട് വിശദീകരിച്ചതൊക്കെ കാണാൻ കഴിയും. ഏതായാലും ഇങ്ങനെ ധാരാളക്കണക്കിന് വിശുദ്ധ ഖുർആനിലെ 28 അധ്യായങ്ങളുടെ തുടക്കത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അത് പല അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ QEP ക്ലാസ്സുകളിലൊക്കെ വിശദീകരിച്ചതാണ്. എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ, പല പല അഭിപ്രായങ്ങൾ, ഒരുപാട് പണ്ഡിതന്മാർ കേവലാക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരഭിപ്രായം ഇത് അള്ളാഹുവിൻ്റെ പേരുകളാണ്, അതിൽ അള്ളാഹിൻ്റെ പേരുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. അതേപോലെ ആ സൂറത്തിൻ്റെ പേരാണ് പറഞ്ഞവരുണ്ട്. ചിലർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഒരു രഹസ്യമാണ്, അത് നമ്മൾ ചികയേണ്ടതില്ല എന്നാണ്. മറ്റു ചില ആളുകൾ പറഞ്ഞത് തഹദ്ദിയാത്താണ്, ഇത് വെല്ലുവിളികളാണ്. അതേപോലെ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇതൊരു ഫവാത്തിഹുകളാണ്, എന്ന് വെച്ചാൽ ഒരു പ്രാരംഭം, ഒരു തുടക്കം, ഒരു സൂറത്തിൻ്റെ ഒരു പ്രാരംഭം എന്ന നിലക്കാണ്. അതേപോലെ മറ്റു ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് ഇത് കസമാണ്, അള്ളാഹു സത്യം ചെയ്യുകയാണെന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ഏതായാലും ഇതിലൊരു അത്ഭുതമുണ്ട് എന്നതിലൊരു സംശയമില്ല. പിന്നെ എന്തിനാണ് ഇത് പറയുന്നത്? അത് അള്ളാഹു ആലം എന്ന് പറയലാണ് ഏറ്റവും ഖൈറായി പണ്ഡിതന്മാർ പറഞ്ഞത്. ഷെയ്ഖ് ബിൻ ബാസ്, ഷെയ്ഖ് ബിൻ ഉസൈമീൻ, ഷെയ്ഖ് അബ്ദുർ റഹ്മാൻ നാസിർ ഉസ്സാദി, ഇങ്ങനെയുള്ള സലഫുകളായ മഹാന്മാരായ പണ്ഡിതന്മാർ, അവരൊക്കെ ആധുനികരായ പണ്ഡിതന്മാരാണ്. അവരൊക്കെ പറയുന്നത് ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇപ്പോൾ ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇതിൻ്റെ മാന നമ്മൾ അറിയണമായിരുന്നെങ്കിൽ, അലിഫ് ലാം മീം എന്നതിൻ്റെ അർത്ഥം നമ്മൾ അറിയണമായിരുന്നെങ്കിൽ അള്ളാഹു എങ്ങനെ തന്നെ പറയും ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സംശയമില്ലല്ലോ. അപ്പോൾ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി എന്നത് എത്ര വ്യക്തമായിട്ടാണോ അള്ളാഹ് പറഞ്ഞത്, അതെന്തിനാ നമ്മൾ മനസ്സിലാക്കാനാണ്. അതുപോലെ തന്നെ അള്ളാഹു എന്ത് ചെയ്യുമായിരുന്നു, അലിഫ് ലാം മീം എന്നത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒന്നായിരുന്നെങ്കിൽ അങ്ങനെ പറയുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണ്ട, അലിഫ് ലാം മീം എന്നുള്ള അക്ഷരങ്ങൾ, അങ്ങനെയുള്ള അക്ഷരങ്ങളിലേക്ക് കൂടുതൽ പ്രമാണങ്ങളില്ലാതെ അഭിപ്രായങ്ങൾ പറയാതിരിക്കലാണ് നല്ലത് എന്നാണ് പണ്ഡിതന്മാരുടെ പക്ഷം. അതാണ് അർജഹായ പ്രബലമായി പറയുന്നത്. ഏതായാലും അതിലൊരു വെല്ലുവിളി ഉണ്ട്. കാരണം അറബികളായ ആളുകൾ വിശുദ്ധ ഖുർആനെക്കുറിച്ച് പലതും ആരോപിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആയത്തിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അറബികളോട് പറയാണ്, യഥാർത്ഥത്തിൽ അവരൊക്കെ ചെല്ലുന്ന, അവരൊക്കെ സംസാരിക്കുന്ന ഭാഷയാണല്ലോ ഇത്. അലിഫ് ലാം മീം, അതേപോലെ റാ നൂന് ഖാഫ്, അതുപോലെ തന്നെ സ്വാദ്, ഇതൊക്കെ എന്താണ്, ഇത് അവർ പ്രയോഗിക്കുന്ന ഭാഷകളിലെ അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് അള്ളാഹു എന്ത് ഇറക്കിയിട്ടുള്ളത്, ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവർ പ്രയോഗിക്കുന്ന ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് അവർക്കും അങ്ങനെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ കഴിയണ്ടേ, പക്ഷെ അവർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ, അവർക്ക് പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ വിശുദ്ധ ഖുർആൻ അത്ഭുതമാണ് എന്ന് ഇതിൽ നിന്ന് അറിയുന്നുണ്ട് എന്നാണ്. ഏതായാലും അതാണ് നമുക്ക് അതിൽ ആദ്യത്തെ ആയത്ത് അലിഫ് ലാം മീം എന്നതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. രണ്ടാമത്തെ ആയത്ത് തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. തൻസീലു എന്നാണ്, തൻസീലു എന്നല്ല, നൂന അവിടെ നമ്മൾ മറച്ചു വെച്ച ഓത തൻസീലു, തൻസീലു അല്ലേ. എന്താണ് നസ്സല യുനസ്സിലു തൻസീൽ എന്ന് പറഞ്ഞാൽ അവതീർണമായത്, അവതരിപ്പിച്ചത് അല്ലേ. നസ്സല എന്ന് പറഞ്ഞാൽ അവതരിച്ചു, ഇറക്കി എന്നർത്ഥമാണ്. അപ്പോൾ തൻസീലുൽ കിതാബി, അൽ കിതാബ് ഖുർആനാണ്, അലിഫ് ലാം ചേർത്ത് പറഞ്ഞു, അൽ കിതാബ് ഖുർആൻ. ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് ലാ റൈബ, ലാ റൈബ, റൈബ് എന്ന് പറഞ്ഞ സംശയം, ലാ ശക്ക, ലാ മിറിയറ്റ അല്ലേ. ഒരു സംശയവും വേണ്ട, ഒരു ആശങ്കയും വേണ്ട അല്ലേ. നമ്മുടെ മനസ്സിൽ ലാ എന്ന പ്രയോഗം എല്ലാ സംശയത്തെയും ഇല്ലാതെയാക്കാൻ, ഒരു അല്പം പോലും നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട. ഫീഹി, ആ ഖുർആനിൻ്റെ കാര്യത്തിൽ അല്ലേ, ആ കിതാബിൻ്റെ കാര്യത്തിൽ എന്തിന് സംശയം വേണ്ട? മിർ റബ്ബിൽ ആലമീൻ, അത് റബ്ബുൽ ആലമീനിൽ നിന്നാണ് അല്ലേ. റബ്ബ് രക്ഷിതാവ്. റബ്ബാവണമെങ്കിൽ 3 കാര്യങ്ങൾ പ്രധാനമായും വേണമെന്നുള്ളതാണ്. ഒന്ന് മാലിക്കായിരിക്കണം, മുദബ്ബിറായിരിക്കണം, ഖാലിക്കായിരിക്കണം. സൃഷ്ടാവായിരിക്കണം, നിയന്താവായിരിക്കണം, ഉടമസ്ഥനായിരിക്കണം. ഈ 3 കാര്യങ്ങളുള്ള ആൾക്കാണ് എന്ത് പറയാം, റബ്ബ് എന്ന് പറയാം. റബ്ബ് എന്നാണ് നമ്മുടെ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്.
അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്. റബ്ബുൽ ആലമീൻ, ആലം എന്ന് പറഞ്ഞാൽ ലോകം, ആലമീൻ ലോകങ്ങൾ. അപ്പോൾ ലോകങ്ങളുടെ രക്ഷിതാവ് അല്ലെ, ലോകങ്ങളുടെ രക്ഷിതാവ്. ഒരു ലോകമല്ല, ഒരുപാട് ലോകങ്ങളുണ്ട്. ആലമുൽ ജിന്ന്, ജിന്നുകളുടെ ലോകമുണ്ട്. ആലമുൽ ഇൻസ്, മനുഷ്യരുടെ ലോകമുണ്ട്. ആലമുൽ മലായിക്ക, മലക്കുകളുടെ ലോകമുണ്ട്. അതേപോലെ തന്നെ സസ്യങ്ങളുടെ ലോകമുണ്ട്. അതുപോലെ കടൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ജന്തുജരാജങ്ങൾ, ഇവരൊക്കെ ലോകങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ ലോകങ്ങളുടെ ഒക്കെ രക്ഷിതാവ് ആരാണ്? ഏകൈകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ആ റബ്ബിൽ നിന്നാണ് എന്ത് അവതരിച്ചിട്ടുള്ളത്? പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് എന്ത് വേണ്ട? ലാ റൈബ, ഒരു സംശയവും ആവശ്യമില്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചാണ്. അപ്പം അള്ളാഹിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത് റബ്ബ് എന്നാണ് അല്ലേ. റബ്ബ് എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മളെ പടിപടിയായി വളർത്തുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് വേണ്ടതൊക്കെ തന്ന്, ഇപ്പോൾ നമ്മൾ ആരായിരുന്നു? നമ്മൾ ഒരു നുത്തുഫത്തായിരുന്നു. അവിടെ നിന്ന് നമ്മൾ എന്തായി? ഒരു മുലകത്തായി, ഒരു അലക്കത്തായി, പിന്നീട് മുലകത്തായി, മുഖല്ലക്കത്തായി, ഗൈറു മുഖല്ലക്കത്തായി അല്ലേ. പിന്നെ അവിടുന്ന് നമ്മൾ ആരായി അല്ലേ? ഒരു ബീജം, പിന്നെ ഭ്രൂണം, പിന്നീട് അവിടുന്ന് ഒരു മാംസകഷ്ണം, അതിനെ അസ്ഥി ആവരണം ചെയ്യുന്നു, പിന്നെ വീണ്ടും മാംസം കൊണ്ട് പൊതിയുന്നു. ഇങ്ങനെ 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 പടിപടിയായി നമുക്ക് കൈകാലുകളും കണ്ണും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അവയവങ്ങളും, കുഞ്ഞായിരിക്കുമ്പോൾ വേണ്ട പാലും, അവിടുന്ന് അങ്ങോട്ട് വലുതായി വരുമ്പോഴുള്ള ഭക്ഷണക്രമങ്ങളും ശരീരത്തിൻ്റെ ആരോഗ്യവും ഇതൊക്കെ തന്നത് ആരാ? ഒക്കെ അള്ളാഹു തന്നതാണ്. ഇങ്ങനെ പടിപടിയായി നമ്മളെ വലുതാക്കിയവനാണ് ആര്? ലോകത്തിൻ്റെ സൃഷ്ടാവ് സുബ്ഹാനഹു വ തആല. ആ സൃഷ്ടാവിൽ നിന്നാണ് എന്ത് അവതരിച്ചിട്ടുള്ളത്? പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെ അതിൽ എന്ത് വേണ്ട? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇത് അള്ളാഹുവിൽ നിന്നാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. അവിടെ അള്ളാഹ് പറഞ്ഞത് റബ്ബ് എന്നുള്ളതാണ്. ഇവിടെ അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടാണ് അള്ളാഹ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വളർത്തുന്നത്. എന്നാൽ അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു നിഅമത്താണ് ഇത്? പരിശുദ്ധമായ ഖുർആൻ. കാരണം നമ്മൾ ജീവിക്കേണ്ട മാർഗങ്ങളും നമ്മൾ ജീവിക്കേണ്ട രീതികളും പാഠങ്ങളുമൊക്കെ അത് കിട്ടുന്നത് എവിടെ നിന്നാണ്? അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്നാണ്. ആ ഖുർആൻ ഇല്ലെങ്കിൽ നമ്മൾ ഇരുട്ടിലാണ്. ഖുർആൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ്. ലിതുഖ്രിജന്നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ, ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാനാണ് ഖുർആൻ. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് യഥാർത്ഥ വിശ്വാസങ്ങളിലേക്ക്, അനാചാരങ്ങളിൽ നിന്ന് നന്മയുടെ ആചാരങ്ങളിലേക്ക് അല്ലേ. ഇങ്ങനെ എല്ലാവിധ അധർമ്മങ്ങളിൽ നിന്നും ധർമ്മങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് ഖുർആൻ. അതുകൊണ്ട് ഖുർആനാണ് നമുക്ക് തന്ന ഏറ്റവും വലിയൊരു നിഅമത്ത്. അപ്പം അള്ളാഹ് തർബിയത്ത് ചെയ്തതിൽ നമുക്ക് തന്ന ഏറ്റവും വലിയൊരു തർബിയത്താണ് എന്ത്? പരിശുദ്ധ ഖുർആൻ നമുക്ക് തന്നു എന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മൾ പഠിക്കണം. ഏതായാലും ഈ 2 ആയത്തിൽ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ, അടുത്തൊരു ആയത്തെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വിശദീകരിക്കാം. കുറച്ചധികം കാര്യങ്ങൾ പറയാനുള്ളൊരു ആയത്താണ് 3-ാമത്തെ ആയത്ത്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതലായി പഠിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ 2 ആയത്താണല്ലോ ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഒന്ന് അലിഫ് ലാം മീം, രണ്ടാമത്തത് ദാലിക്കൽ തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. അപ്പോൾ അലിഫ് ലാം മീം കേവലാക്ഷരങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ, ഇത് റബ്ബുൽ ആലമീനിൽ നിന്ന് അവതരിച്ചതാണ് എന്നതിലൊരു സംശയവും വേണ്ട. അത് സംശയിക്കാൻ ഒരു വകുപ്പുമില്ല. അതെന്താണ്? അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു നമുക്ക് കൂടുതൽ പഠിക്കാനും അറിയാനും നല്ല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.